അമിനാഷ് ട്രെയിൻ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ അപകടം ഇല്ലാതെ എങ്ങനെയാണ് നമ്മൾ ഓവർടേക്ക് ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓവർടേക്കിങ്ങിലാണ് കൂടുതൽ അപകടം ഉണ്ടാകുന്നത്. അതായത് ഫേസ് ടു ഫേസ് വന്ന് ഇടിക്കുന്നതും നമ്മൾ ഓവർടേക്ക് ചെയ്തു പോകുമ്പോൾ മറ്റു വാഹനം കാണാതെ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ അപകടം ഇല്ലാതെ നമ്മൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഫസ്റ്റായിട്ട് നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഓവർടേക്കിംഗ് അനുവദിച്ചമായ സ്ഥലമാണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പോകുമ്പോൾ എതിർ ദിശയിൽ നിന്നോ പിന്നിൽ നിന്നോ വാഹനം വരുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് ബാക്കിലെ വണ്ടിക്ക് സിഗ്നൽ കൊടുത്ത് മാത്രമേ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂ. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ തടസ്സം ഉണ്ടെന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യാണ്ട് പെട്ടെന്ന് ഒരു കാരണവശാലും നമ്മൾ ഓവർടേക്കിന് വേണ്ടി നമ്മൾ തുനിയാൻ പാടില്ല. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ വളരെ ഡേഞ്ചറാണത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. മറ്റൊന്ന്, നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. നമ്മൾ ലേണേഴ്സ് എടുക്കുമ്പോഴൊക്കെ നമുക്ക് അറിയാലോ, നമ്മൾ ഇടുങ്ങിയ പാലം, മറ്റു ട്രാഫിക് സ്കൂളുകളുടെ മുൻഭാഗമാണോ, പിന്നെ ട്രാഫിക് തിരക്കുള്ള സ്ഥലങ്ങളുണ്ടോ, ഇവിടെയൊക്കെ നമ്മൾ എന്താ ചെയ്യുക, റോഡിൽ തന്നെ അടയാളപ്പെടുത്തിയിരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ യാതൊരു കാരണവശാലും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതായത് വെള്ള ലൈന് കണ്ടിന്യൂ ആയിട്ട് ഇട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഓവർടേക്ക് യാതൊരു കാരണവശാലും ചെയ്യരുത്. അത് വളരെ അപകടം വിളിച്ചു വരുന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് നമ്മൾ ഓവർടേക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടാത്തതെന്ന്. ഓക്കെ. അപ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഓവർടേക്ക് ചെയ്യുന്നത് എനിക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. അതായത് റോഡിൻ്റെ മധ്യത്തിൽ കട്ടിങ് ഇല്ലാത്ത ലൈന് കാണിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓവർടേക്ക് ചെയ്തത്. പിന്നെ ഓവർടേക്ക് ചെയ്ത പാട് നമ്മൾ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റിലേക്ക് കയറാൻ പാടില്ല. ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് മാത്രമാണ് നമ്മൾ ഓവർടേക്ക് ചെയ്തിട്ട് മുന്നോട്ട് കയറേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പുറകിൽ നിന്ന് വാഹനം വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുകയും ഇൻഡിക്കേറ്റർ കൊടുക്കുകയും എതിർവശത്ത് നിന്ന് മറ്റൊരു വാഹനം വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. അത് നിർബന്ധമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓവർടേക്ക് ചെയ്യുന്ന 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ ഞാൻ ഈ ഓട്ടോറിക്ഷയെ ഓവർടേക്ക് ചെയ്യാൻ പോകുമ്പോൾ എതിർദിശയിൽ നിന്ന് വാഹനം വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്, വീണ്ടും ഓവർടേക്ക് ചെയ്തതിന് ശേഷം ലെഫ്റ്റിലേക്ക് വീണ്ടും കയറി പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും എന്ത് ചെയ്തു, എൻ്റെ ട്രാക്കിലേക്ക് തന്നെ കയറിയിട്ട് നേരെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടി. അപ്പോൾ ശ്രദ്ധിക്കണം ഈ 4 കാര്യം എന്തൊക്കെയായിരുന്നു നമുക്ക് ഒന്നുകൂടെ പറയാം. അപ്പോൾ നമ്മൾ വാഹനം ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ നിന്നും മുൻവശത്തു നിന്നും വാഹനം വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. വീണ്ടും നമ്മൾ ഓവർടേക്കിന് അനുവദിച്ച സ്ഥലമാണോ എന്ന് നമ്മൾ അവിടെ ശ്രദ്ധിക്കണം. അതായത് വെള്ള ലൈന് കണ്ടിന്യൂ ആയിട്ടുള്ള ലൈന് റോഡിൻ്റെ മധ്യത്തിൽ ഇട്ടിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക. കട്ടിങ് ഉള്ള ലൈൻ ഇട്ടുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് ഓവർടേക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ചെയ്യാവുന്നതാണ്. ഈ നിബന്ധനകളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചതിന് ശേഷം, അല്ലാതെ ഒരു കാരണവശാലും നമ്മൾ ഓവർടേക്ക് ചെയ്യില്ല. അപകടം 100% ഉറപ്പാണ്. അത് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നമ്മളുടെ കണ്ടിന്യൂ ആയിട്ടുള്ള ലൈൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, കറക്റ്റ് ചെയ്ത് തന്നെ വാഹനം ഓടിക്കുകയാണ്. ഇവിടെ കറക്റ്റ് കണ്ടിന്യൂ ആയിട്ടുള്ള ലൈനാണ്. ഞാൻ ഓവർടേക്ക് ചെയ്ത ആ വാഹനത്തോട് ചേർത്ത് തന്നെയാണ് എടുക്കുന്നത്. വീണ്ടും ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് എൻ്റെ ട്രാക്കിലേക്ക് കയറിയിട്ടുണ്ട്, ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്, ട്രാക്കിൽ കയറി മുന്നോട്ട് തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഓവർടേക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. വളവ് വരുന്നുണ്ട്. വീണ്ടും റോഡിൻ്റെ മധ്യത്തിൽ കട്ടിങ് ഇല്ലാത്ത ലൈന് കാണിച്ചിരിക്കുന്നുണ്ട്. ഓവർടേക്ക് ചെയ്യാതെ തന്നെയാണ് ഈ വാഹനം മുന്നോട്ട് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ വളവ് വരുന്ന സമയത്തൊന്നും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഓവർടേക്ക് ചെയ്യുന്ന അവിടെ റോഡിൻ്റെ മധ്യത്തിൽ കട്ടിങ് ഇല്ലാത്ത ലൈൻ കാണിച്ചിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓവർടേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഓവർടേക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.